എന്റെ പഞ്ചായത്ത് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് അജിത എം ഉണ്ട്. നമസ്കാരം ശ്രീമതി അജിത. നമസ്കാരം. മയിൽ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. 16 കിലോമീറ്ററും പുഴയോളമുള്ളൊരു ഭൂപ്രകൃതിയാണ്. ആരോഗ്യരംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? വയോജനങ്ങൾക്ക് സ്വാന്തന പരിചരണം ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. കിടപ്പിലായ വയോജനങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സ്വാന്തന പരിചരണം. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സ്ത്രീ ശാക്തീകരണ രംഗത്ത് നടപ്പിലാക്കുന്നത്. മയിലെ അവളിടം എന്ന പദ്ധതിയിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭാ പുരസ്കാരമടക്കം ലഭിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് അർഹരാക്കിയത്? അപ്പോ കുടുംബശ്രീയിൽ ഉൾപ്പെടാത്ത വനിതകളുണ്ട്. 40-നും 18-നും ഇടയിലും ഉള്ള വനിതകളെ കണ്ടെത്തി അവരെ ഒരു അവളിടം ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് അവരുടെ തനതായ പ്രവർത്തനങ്ങൾ ഒരുപാട് ശുചിത്വ മേഖലയിലും എല്ലാ മേഖലകളിലും അവർ ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയാണ് മയിൽ ഗ്രാമപഞ്ചായത്ത്. നെൽകൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കർഷകർക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? നെൽകൃഷിക്ക് 1 കോടി രൂപയിലധികം എല്ലാ വർഷവും പ്രതിവർഷം നീക്കിവെക്കുന്ന ഒരു പഞ്ചായത്താണ് മയിൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോ 27 പാടശേഖരങ്ങള് വളരെ നല്ല ശ്രദ്ധയോടുകൂടി എല്ലാ മേഖലകളിലും തരിശുരഹിത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനം കൂടി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മയിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് പാർപ്പിടവും കുടിവെള്ളവും ഒക്കെ. ഭവന പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ വർഷം 2020 178 ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 178 പേർക്ക് വീട് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ കൂടാതെ 5 പേർക്ക് ഭൂമിയില്ല, ഭവനവും ഇല്ല. അത്തരത്തിലുള്ള ആളുകളെ 2 പേർക്ക് നമ്മൾ ഫ്ലാറ്റ് സമുച്ചയത്തിൽ, ഇപ്പോ കുറുമാത്തൂർ ഉദ്ഘാടനം ചെയ്ത ഫ്ലാറ്റ് സമുച്ചയത്തിൽ അവരെ പാർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും വികസന പ്രവർത്തനങ്ങള് ഭൂമി ഇല്ലാത്തതും വീടില്ലാത്തതുമായവർക്കുള്ള ക്ഷേമകാര്യ പ്രവർത്തനത്തിൽ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, വീട് റിപ്പയറിങ്ങിന് എല്ലാ വാർഡിലും 18 വാർഡാണ് മയിൽ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ ആ 18 വാർഡിലും ഏറ്റവും തീരെ പാവപ്പെട്ടവരെ കണ്ടെത്തി വീട് സുരക്ഷിതമല്ലാതെ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി 18 പേർക്ക് ഈ വർഷം വീട് റിപ്പയറിന് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 75,000 രൂപ അവർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഗ്രാമീണ റോഡുകളൊക്കെ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? വഴിവിളക്ക് ഈ വർഷത്തോടുകൂടി സമ്പൂർണമാവും. എല്ലാ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളിലും ഏറ്റവും പ്രധാന കവലകളിലൊക്കെ വഴിവിളക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷം 5 കിലോമീറ്ററോളം കൂടി വഴിവിളക്കിന്റെ ലൈൻ വലിച്ച് അവിടെ വേണ്ടുന്ന ബൾബ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തോടുകൂടി സമ്പൂർണമായും വഴിയോര വിളക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കും. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് എത്രത്തോളമാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളത്? വെല്ലുവിളികൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മയിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വായനശാലകൾ, എല്ലാ വാർഡിലും വായനശാലകളുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ എല്ലാ വികസന പ്രവർത്തനത്തിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും നല്ല ഇടപെടൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരമടക്കം ലഭിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്.
ഏറ്റവും നല്ല 16 വിദ്യാലയങ്ങളാണ് മയിൽ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ 16 വിദ്യാലയങ്ങളിലും ഒരു ഗവൺമെന്റ് ALP സ്കൂൾ കോർലായി ഒറ്റൊരു വിദ്യാലയമാണ് ഗവൺമെന്റ് LP സ്കൂൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി 15 സ്കൂളും പ്രൈവറ്റ് മേഖലയിലാണ്. എങ്കിൽ കൂടി നമ്മൾ എല്ലാ വർഷവും 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തില് വിദ്യാഭ്യാസ മേഖലയിൽ SSK ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ BRC നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. അത്രയൊക്കെ ഇടപെടലുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ലഹരിവിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? ലഹരി വിരുദ്ധ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോ ജീവിതമാണ് ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് എക്സൈസിന്റെ സഹകരണത്തോടു കൂടി എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കും പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. ഈ കാർഷിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് പരിഹാരം കണ്ടെത്തുന്നത്? വന്യജീവി ആക്രമണമേ ഉള്ളൂ. എങ്കിൽ കൂടി കൃഷിക്കാര് കൃഷി ചെയ്യുന്നുണ്ട്. വന്യജീവി പന്നിശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായി നമ്മള് പന്നിശല്യം കുറക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നെൽകൃഷി മേഖലയിൽ പന്നികളുടെ ശല്യം കുറക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ട്യൂട്ടർമാരെ നിയമിച്ചുകൊണ്ട് പന്നികളെ പിടിക്കാനുള്ള അവസരം കൂടി ഒരുക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വയോജനങ്ങൾക്ക് ഊന്നുവടി, വയോജന മേള അടക്കം സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മയിൽ ഗ്രാമപഞ്ചായത്ത്. വയോജന മേള നല്ല രീതിയിൽ 2 വർഷമായി ഞങ്ങള് വയോജന മേളയില് നല്ല അവരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ വയോജന കലാമേള സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ വയോജനങ്ങളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് വയോജനങ്ങളുടെ അവസ്ഥാ പഠനം. അത് നൂതനമായ ഒരു പദ്ധതിയാണ്. അപ്പോ അതിന്റെ അവസ്ഥാ പഠനത്തിന്റെ സർവേ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എത്ര പേര് 60 വയസ്സിന് മുകളിലുള്ളവരുണ്ട്, എത്ര പേര് 80 വയസ്സിന് മുകളിലുണ്ട്, എത്ര പേര് 100 വയസ്സ് കഴിഞ്ഞവരുണ്ട്, അവരുടെ കണക്കെടുത്തുകൊണ്ട് എത്ര പേര് അതിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്തവരാണ്, അപ്പോ ഏതൊക്കെ മേഖലയിലാണ് അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കി അത് പുസ്തക രൂപത്തിലാക്കുന്നതിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് പഞ്ചായത്ത് ഇടപെടൽ ഉണ്ടാകുന്നത്? ഹരിതകർമ്മസേന അംഗങ്ങൾ 30 പേരാണ്. 18 വാർഡിലേക്കും 30 പേരുണ്ട്. അതിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെ ഹരിതകർമ്മസേനക്ക് ഒരു വണ്ടി നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി ഡ്രൈവർ കൂടി ഹരിതകർമ്മസേന അംഗമാണ്. അപ്പോൾ ഒരു MCF പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബെയിലിംഗ് മെഷീൻ അടക്കമുള്ള ഒരു MCF. അതിന്റെ ഭാഗമായി നമ്മുടെ പൊയ്യൂറുള്ള പഞ്ചായത്ത് ഭൂമിയിൽ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള MCF രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും 2 മിനി MCFകൾ, നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ മഴ നനയാതെയും വെയിൽ നനയാതെയും ശേഖരിച്ചു വെക്കുന്നതിനുള്ള മിനി MCFകൾ എല്ലാ വാർഡുകളിലും 2 വീതം സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്ത് വലിച്ചെറിയുന്നതിന് ഒരു പരിധി വരെ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചതുകൊണ്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖല പോലെ തന്നെയുള്ളതാണ് പാലിയേറ്റീവ് പ്രവർത്തനം. പാലിയേറ്റീവ് പ്രവർത്തനം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പാലിയേറ്റീവ് പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുന്ന ഒരു പഞ്ചായത്താണ് മയിൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതിനൊരു നേഴ്സ്, ഒരു ഡോക്ടർ, എല്ലാ മാസവും കിടപ്പിലായ രോഗികളെ 263 പേരുണ്ട് ഇന്ന് മയിൽ പഞ്ചായത്തിൽ കിടപ്പിലായ രോഗികൾ. അവരെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഇടവിട്ട് കൊണ്ട് ആ വീടുകളിൽ പോകാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കണ്ടെത്തിക്കൊണ്ട്
ഒരു നേഴ്സിന്റെ നല്ല സഹകരണത്തോടു കൂടി നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IRPC കൂടി ഇതിന്റെ കൂടെ ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ, വീൽ ചെയർ ആയാലും കട്ടിലായാലും ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? മയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മയിൽ പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ പുതിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടി ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മയിൽ പഞ്ചായത്തിന്റെ സൗന്ദര്യവൽക്കരണം എന്ന രീതിയിൽ മയിൽ ടൗണിനെ തന്നെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ടൂറിസം, മുല്ലക്കൊടി ടൂറിസം മയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൽ ടൂറിസം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ടൂറിസം മേഖലയിലെ ഇന്ന് നടത്തിവരുന്ന പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുല്ലക്കൊടി ഭാഗത്ത് ടൂറിസം കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിന്റെ ഭാഗമായി പുഴയോര സംരക്ഷണം നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. കേരളോത്സവം അടക്കം നിരവധി സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കേരളോത്സവം എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കാറുണ്ട്. കായിക മേഖലയിലായാലും അത്ലറ്റിക് വിഭാഗം, കലാവിഭാഗം, എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായി നടത്താൻ വേണ്ടി സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ മയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി അജിത.